എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ട്രൂ ടോക്കിലേക്ക് സ്വാഗതം. നമ്മൾ തുടർമാനമായിട്ട് ഇസ്രായേലിനെ പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ദീർഘവർഷങ്ങൾ ഏകദേശം 32 വർഷത്തോളം അരുണാചൽ പ്രദേശിൽ ടീച്ചറായിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന കുര്യാക്കോസ് സാർ നമ്മളോടൊപ്പം ഉണ്ട്. സാറേ, ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ചില ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും ഈ അവസരത്തിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് കൈമാറാനായിട്ട് പോകുകയാണ്. തെക്കൻ ലെബനോന് ഒരു ക്രിസ്തീയ രാജ്യമായി മാറുമെന്ന് പറയുന്നത് ശരിയാണ്? അധികം താമസിക്കാതെ ഈ പറയപ്പെടുന്ന കാര്യം യാഥാർത്ഥ്യമായി തീരാൻ പോവുകയാണ്. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുസ്ലിം അധിനിവേശ സമയത്ത്, റെവല്യൂഷൻ നടന്ന സമയത്ത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ലോകത്തിന് നാനാഭാഗത്തേക്ക് ചിതറിപ്പോകുകയുണ്ടായി. അങ്ങനെ ചിതറിപ്പോയ കൂട്ടത്തിൽ പലരും പല ദേശങ്ങളിൽ മൈഗ്രേറ്റ് ചെയ്തു. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് അമേരിക്കയിൽ ജനിച്ചു വളർത്തപ്പെട്ട പലരും ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 3 മാസം മുമ്പ്, ഒരു 6-7 മാസം മുമ്പ് ഇസ്രായേൽ ഗവൺമെൻറ്റിലേക്ക് അവരൊരു അപേക്ഷ കൊടുത്തു. അവർക്ക് അവിടെ പൗരത്വം വേണം എന്ന് പറഞ്ഞുകൊണ്ട്. യഥാർത്ഥത്തിൽ അവർ അമേരിക്കയിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. അപ്പോൾ അങ്ങനെ ഏകദേശം ഇസ്രായേലിൻ്റെ കണക്കനുസരിച്ച് ഏകദേശം 2.5 ലക്ഷം ആൾക്കാരാണ് അപേക്ഷ കൊടുത്തേക്കുന്നതാണ് അറിയാൻ കഴിയുന്നത്. 2.5 ലക്ഷം, അതിൽ അമേരിക്ക ഉൾപ്പെടെ മറ്റു പല സ്ഥലങ്ങളും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അവരെ ഈ ലെബനോൻ പോലുള്ള സ്ഥലങ്ങളിൽ മൈഗ്രേറ്റ് ചെയ്ത് ആ ദേശമൊന്നും ഡെവലപ്പ് ചെയ്യാൻ ആയിട്ടുള്ള സാധ്യതയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും ചർച്ച ചെയ്തതാണ്, ലെബനോൻ അതുപോലെ തന്നെ ഇറാൻ ഇതൊക്കെ ക്രിസ്തീയ രാജ്യമായിട്ടും മാറുമ്പോൾ ഏകദേശമൊക്കെ ഇന്ന് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസമാധാനത്തിന് ഒരു അറുതി ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൂടാതെ തന്നെ ട്രംപ് അധികാരത്തിൽ വരുന്ന സമയത്ത് അദ്ദേഹം ഉറച്ചൊരു നിലപാടെടുക്കാൻ പോവുകയാണ്. കാരണം ഈ സ്ഥലങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ട് കഴിയുമ്പോൾ അത് പുനഃസ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നടക്കത്തുള്ളൂ. അപ്പം ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്ന സമയത്ത് ലെബനനെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത സമയത്ത് ഏകദേശം ഒരുപാട് പേര്, ജനലക്ഷങ്ങളാണ് അവിടുന്ന് പാലായനം ചെയ്ത് മറ്റു പല സ്ഥലങ്ങളിലേക്ക് പോയേക്കുന്നത്, ഈ തെക്കൻ ലെബനിൽ. അപ്പോൾ അവിടെ നല്ല പല സ്ഥലങ്ങളും ഇപ്പം വേക്കൻ്റായി കിടക്കുകയാണ്. അത് ഒക്ടോബർ 7-ാം തീയതി ഹമാസ് എടുത്ത മണ്ടൻ ചില തീരുമാനങ്ങൾ, അല്ലെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാൻ വന്നതാണ് ഈ നാശത്തിനെല്ലാം ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഭവിച്ചത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, എല്ലാ പ്രാവശ്യവും ഈ ഹമാസ് തീവ്രവാദികളാണെങ്കിലും ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുമ്പം കുറച്ച് അടിച്ചിട്ട് അവർ നിർത്തുമെന്നാണ് അവർ കരുതിയത്. ഈ ഹമാസ് മറ്റു പല രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ വരും. പക്ഷേ ഇപ്രാവശ്യം കളി അങ്ങ് മാറിപ്പോയി. അവർ പറഞ്ഞു അവസാനത്തെ തീവ്രവാദിയും തീർത്തിട്ട് അവർ യുദ്ധം അവസാനിപ്പിക്കത്തുള്ളൂ എന്ന ഉറച്ച നിലപാടെടുത്തപ്പം പല കാര്യങ്ങളും അങ്ങോട്ട് പഴയ പല കാര്യങ്ങൾക്കും മാറ്റം ഉണ്ടാകാൻ തുടങ്ങി. ഇപ്പം എങ്ങനെയെങ്കിലും ആ യുദ്ധം ഒന്ന് വൈൻഡപ്പ് ചെയ്താൽ മതിയാകും. കാരണം എന്താ വെച്ചാൽ നേതാക്കന്മാരെല്ലാം കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഈ മുൻനിരയിലോട്ട് വരാൻ ആരും തന്നെ ഇല്ല. ഹമാസിന്റെ ആരും തന്നെ, എല്ലാവരും അത് യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടതാണോ അതെയോ വെറും ഈ ഇതേ ഉള്ളൂ? അതല്ല, ശരിക്കും പറഞ്ഞാൽ ഒരുപാട് തീവ്രവാദികൾ ഇസ്രായേൽ നെതന്യാഹു അവകാശപ്പെടുന്നതും അതുപോലെ അത് ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം അവര് ഈ റോങ് സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും ഇസ്രായേൽ കൊടുക്കാറില്ല. ഇപ്പം അവരെന്തെങ്കിലും ചെയ്താൽ പോലും ഞങ്ങൾ വലുതായിട്ട് ചെയ്തു എന്ന് അവര് ബൂസ്റ്റപ്പ് ചെയ്ത് കാണിക്കുന്നുമില്ല. അപ്പം ഈ തീവ്രവാദികൾ അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തീർന്നു ഇല്ലാതായി കഴിഞ്ഞു. ഇനിയിപ്പം മുന്നോട്ട് വരാൻ ആരും തന്നെ ഇല്ല. അപ്പോൾ വർഷങ്ങളായിട്ട് നിലനിന്നുകൊണ്ട് ഇരുന്ന പല വിഷയങ്ങൾക്കുമാണ് വലിയ മാറ്റങ്ങൾ വരാൻ. ഇപ്പം ട്രംപ് ഇപ്പം ഉറച്ച നിലപാടെടുത്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ ഈ ഖത്തറിനും ചെറിയ വിഷയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ തീവ്രവാദികളെ മൊത്തം സംരക്ഷിച്ച് നിർത്തിയിരുന്നത് ഈ ഖത്തറൊക്കെയാണ്. അവര് ഫണ്ട് കൊടുക്കുന്നു, മനസ്സിലായില്ലേ? അപ്പൊ ഹമാസ് തീവ്രവാദികൾ മൊത്തവും ഈ പറഞ്ഞ പോലെ അവരുടെ നേതാക്കന്മാർ മൊത്തവും അവിടെയാണ്. ഇറാനും കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഖത്തറിൽ ഡയറക്റ്റ് കയറി ആക്രമിക്കാൻ പറ്റത്തില്ല. മനസ്സിലായി? ഇറാൻ അവരുടെ നേതാക്കന്മാരെ മൊത്തം ഡയറക്റ്റ് കയറിയാണ് അടിച്ചു കളഞ്ഞേക്കുന്നത്. മനസ്സിലായി? എന്നാൽ ഖത്തറിൽ ഡയറക്റ്റ് കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ
ട്രംപ് ഒരു സന്ദേശം അവർക്ക് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു മീഡിയയിൽ ഇന്റർനാഷണൽ മീഡിയയിൽ ഞാൻ വായിച്ച് മനസ്സിലാക്കിയത്, എത്രയും പെട്ടെന്ന് ഖത്തർ വിട്ടു പോകാനായിട്ട് അവിടുത്തെ ഖത്തറിലുള്ള അധികാരികൾ ഹമാസ് തീവ്രവാദികളോട് ബാക്കി ശേഷിക്കുന്നവരോട് പറഞ്ഞിരിക്കുകയാണ്. ഇനി അവരെങ്ങോട്ട് പോകും? മനസ്സിലായില്ലേ? അപ്പോൾ ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ തന്നെ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് വഴിയാധാരമായി പോയത്. അപ്പൊ ഇനിയെങ്കിലും ഈ മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെ ഈ നേരത്തെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന, കാരണം നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ ക്ഷേമത്തിന് കൊടുത്തുകൊണ്ടിരുന്ന സാമ്പത്തികം മൊത്തം ടണൽ പണിയാനും ആയുധം കീപ്പ് ചെയ്യാനും, മനസ്സിലായില്ല, ഈ വിദേശ ഫണ്ടുകളെല്ലാം ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് പലസ്തീൻകാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക, പല രാജ്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുക. ഈ പൈസ മുഴുവൻ അവര് വേറെ രീതിയിൽ ദുരുപയോഗം ചെയ്തു. ഇന്ത്യ പോലും വർഷങ്ങളായിട്ട് 500 കോടിയിലധികം കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിനെല്ലാം ഒരു മാറ്റം ഈ ട്രംപ് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. അപ്പം വർഷങ്ങളായി പലസ്തീൻ ജനതയുടെ ക്ഷേമത്തിനു വേണ്ടി പല രാജ്യങ്ങളും, ഇന്ത്യ ഉൾപ്പെടെ, നമ്മള് ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഒരു ഭൂരിഭാഗവും, അതായത് മേജർ പാർട്ടും അപ്പൊ അവർ ഈ തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? അത് ശരിയായ കാര്യമാണ്. കാരണം ഞാൻ ആ വാർത്ത കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അത് ശരി. കാരണം ഇന്ത്യ മാത്രമല്ല, പല രാജ്യങ്ങളും, അമേരിക്കയും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. കാരണം അവരുടെ ക്ഷേമത്തിന് വേണ്ടി കൊടുക്കുന്നു. അതെ. അവർ ഈ പൈസ എല്ലാം മേടിച്ചിട്ട് ഇവരൊരു ജോലിക്കും പോവുകയല്ല. ചെറുപ്പക്കാരും ജോലിക്ക് പോകുന്നില്ല. അവരിതെല്ലാം മേടിച്ച് കഴിച്ച് തിന്നു പൊളച്ചിട്ടാണ് യുദ്ധത്തിന് പോകുന്നു, ആയുധങ്ങൾ മേടിച്ചു കൂട്ടുന്നു. അപ്പൊ ട്രംപ് എടുക്കാൻ പോകുന്ന അടുത്തൊരു നിർണായകരമായ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ ഫണ്ടിന്റെ ഇത് സ്റ്റോപ്പ് ചെയ്യിക്കും. പല രാജ്യങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു, യൂറോപ്യൻ രാജ്യങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഫണ്ടെല്ലാം മേടിച്ചിട്ട് ഇവർ ആയുധങ്ങൾ മേടിച്ചു കൂട്ടുന്നു. ടണലുകൾ, ഭൂമിക്കടിയിൽ ടണലുകൾ സ്ഥാപിച്ചു, കിലോമീറ്ററോളം ടണലുകൾ. ടണലിന്റെ അടിയിൽ വേറെ ടണൽ, ആയുധങ്ങൾ വെച്ചിരിക്കുന്ന. ഇപ്പൊ ഓരോരുത്തരെ പിടിച്ചിരിക്കുന്ന ടണലിന്റെ അടിയിൽ വേറെ ടണൽ. നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത നമ്മള് ഞെട്ടിപ്പോകുന്നു. ഇങ്ങനെ ഹോസ്പിറ്റലിന്റെ അടിയിൽ ടണല്. വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് ആർക്കും അറിയത്തില്ല. ഇങ്ങനെ ഈ റീഹാബിലിറ്റേഷൻ കൊടുക്കുന്ന സ്ഥലത്ത് വരെ ടണലാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ ആരും ബോംബിടൂല എന്നല്ല വിചാരിക്കുന്നത്. അവിടെയും ഇതുപോലെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിന്റെ അടിയിൽ ടണല്. കാരണം അതിന്റെ മെയിൻ കവാടം വന്ന് അവസാനിക്കുന്നത് ഈ ടണലിന്റെ അടിയിലാണ്. അപ്പൊ പുറം ലോകം ചിന്തിക്കുക അത് സ്കൂളായിരിക്കും, ഹോസ്പിറ്റലായിരിക്കും. പക്ഷെ ഇതിന്റെ മറവിലാണ് ഇവര് ഇത് കാണിച്ചു കൂട്ടുന്നത്. അത് ആ കാര്യം നെഹന്റുവിന്റെ ഇന്റലിജൻസ് എല്ലാം നേരത്തെ അറിയാമായിരുന്നു, ഇസ്രായേലിനും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് എത്രയും റീഹാബിലിറ്റേഷൻ സെന്ററിൽ ബോംബിട്ടപ്പോ വളരെ വിദേശ രാജ്യങ്ങളൊക്കെ അതിന് അഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞു. പക്ഷെ ഇസ്രായേലിന് അറിയാമായിരുന്നു ഈ സംഭവം ഇതിങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് അവരൊന്നും മിണ്ടുന്നില്ലായിരുന്നു. ഹോസ്പിറ്റലിന്റെ മുകളിലേക്ക് ബോംബിംഗ് ആയിരുന്നല്ലോ. പുറംലോ നോക്കുമ്പോ ഇവര് ഇത്ര ക്രൂരാണോ, ഇത്ര ക്രൂരാണോ പറയിപ്പിക്കണം. അല്ല, സാധാരണക്കാരും മറ്റുള്ള രാജ്യക്കാരും അതാ വിചാരിച്ചിട്ടുണ്ട്. അപ്പം ബ്രദർ, എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, മോദി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ ഇപ്പം ട്രംപ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായിട്ട് അധികാരമേൽക്കാൻ പോകുന്നു. ഇസ്രായേലിന്റെ നെതന്യാഹു, അതുപോലെ തന്നെ റഷ്യയുടെ പുടിൻ, ഇവരുടെയൊക്കെ ഒരു നയങ്ങൾ എന്താ? ആക്ച്വലി അവരുടെ നയങ്ങൾ എന്താണ്? ഇവരുടെ 4 പേരുടെ നയം ഞാൻ പഠിച്ചപ്പം, അതായത് തീവ്രമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം, ഇതിനെതിരെയായിട്ടുള്ള ഒരു നടപടി തന്നെ ഇവർ ചെയ്യാൻ പോകും. കാരണം ലോകത്ത് ഇതുപോലെ ഈ എന്താ പറയാ, നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പം ഈവൻ UN ആണെങ്കിൽ പോലും, അവരാണെങ്കിൽ പോലും ഈ എന്താ പറയുക, നമ്മുടെ മുസ്ലിം ഇതിനെ സംരക്ഷിക്കാൻ, അതായത് തീവ്രമായിട്ടുള്ള ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി പല നിലപാടുകളും അവരെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം അത് വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പം അവര് ഈ പറഞ്ഞ പോലെ അനേകം വർഷങ്ങൾക്ക് മുമ്പ് അവരെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വളരെ ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഈ നമ്മുടെ പ്രധാനമന്ത്രി മോദിജി, അതുപോലെ തന്നെ ട്രംപ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ബെഞ്ചമിൻ നെതന്യാഹു, അപ്പൊ ഇവർ ഈ 4 പേരും ഞാൻ മനസ്സിലാക്കുന്നത് തീവ്രമായിട്ടുള്ള ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഇതിന് എതിരാണ്. മനസ്സിലായി? അപ്പൊ അങ്ങനെ ഇത് ആക്ച്വലി ഈ 4 പേരൂടെ ചേർന്ന് ലോകം മറ്റൊരു ക്രമത്തിലേക്ക് വരുമെന്നാണ്
എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അടുത്ത ഈ ജനുവരി 20-ാം തീയതിയോടുകൂടിയാണ് ട്രംപ് അവരുടെ സർക്കാർ അധികാരത്തിൽ വരുന്നത്. ആ സമയത്ത് അവരെടുക്കുന്നത് ഇനിയിപ്പോൾ മോദിക്ക് ഇനിയും ഉണ്ട് 4 ഇപ്പോൾ തുടങ്ങിയതല്ല. പുടിനാണെങ്കിലും അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ആണെങ്കിലും ഇവരുടെ ഈ കാലയളവിൽ ലോകം മറ്റൊരു അതായത് ഒരു ആംഗിളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം നമ്മുടെ എല്ലാ ക്രിസ്ത്യഭാവം ആൾക്കാരും പ്രാർത്ഥിക്കുന്ന കാര്യമാണ് ലോകം സമാധാനത്തിൽ പോകണം, അല്ലേ? നമ്മളെല്ലാം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട് ഇസ്രായേലിൻ്റെ സമാധാനത്തിൽ പ്രാർത്ഥിപ്പിൻ. ലോകത്ത് മുഴുവൻ ഒരു സമാധാന അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എല്ലാ ക്രിസ്ത്യൻ സംഘടനകളും, എനിക്കറിയാം പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരുപാട് ക്രിസ്ത്യൻ സംഘടനകളുണ്ട്, പല അതായത് 24 മണിക്കൂറും പ്രയർ ചെയ്യുന്ന ക്രിസ്ത്യൻ സംഘടനകളുണ്ട്. കാരണം ക്രിസ്ത്യൻ സംഘടനകൾ മുഴുവൻ ഒരു തീവ്രമായിട്ടുള്ള അതായത് ഒരിക്കലും ഒരു ടെറർ ഗ്രൂപ്പായിട്ട് മാറുന്നില്ല. സാർ എവിടെയെങ്കിലും കേട്ടു? ഒരിക്കലും ഇല്ല. പക്ഷേ സമാധാനം പുലരാനും ലോക രാജ്യത്തിന്റെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും വേണ്ടിയിട്ടാണ് നമ്മുടെ ക്രിസ്ത്യ സംഘടനകളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാലത്തും അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ആരും ആയുധം എടുത്ത് ചെയ്യുന്നു. പിന്നെ ഇസ്രായേൽ എന്തുകൊണ്ട് ആയുധം എടുക്കേണ്ടി വന്നു? അവരെ കൊണ്ട് എടുപ്പിച്ചതാണ്. കാരണം അവർക്ക് അവസാന സഹികെട്ട് ഏകദേശം 1500 പേരെ വകവരുത്തി 100 കണക്കിന് ആൾക്കാരെ തടവുകാരായിട്ട് പിടിച്ചുകൊണ്ട് പോയപ്പോൾ അവർക്ക് പിന്നെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അതാണ് ആക്ച്വലി അവിടെ നടക്കുന്നത്. ഒരു കാര്യം ചോദിച്ചിട്ട്, പൊളിറ്റിക്കലി രാഷ്ട്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ നെതന്യാഹു ബെഞ്ചമിൻ എടുത്ത തീരുമാനം അതിനോട് എതിർപ്പുള്ള അനേകം ഇസ്രായേലുകളുണ്ട്. അത് ശരിയാണോ തെറ്റാണോ? അവിടെ ഇസ്രായേലുള്ള ഒരു കൂട്ടം ആൾക്കാർക്ക് എതിർപ്പുണ്ട്. ഇപ്പം ഏത് രാജ്യത്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ രാജ്യത്താണെന്ന് പറഞ്ഞാലും പ്രതിപക്ഷവും ഭരണപക്ഷവും ഉണ്ടല്ലോ എന്ന് പറയുന്നത് അവിടെ രാജ്യത്തും എതിർപ്പുകൾ ഉള്ളവരുണ്ട്. പക്ഷേ വാസ്തവത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പം അവരെടുത്ത തീരുമാനങ്ങൾ നന്നായിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഏറ്റവും കൂടുതൽ എതിർപ്പ് വന്നത് ഈ ബന്ദികളായിട്ട് പിടിച്ചുകൊണ്ട് പോയവര് എവിടെയെന്നുള്ള ഇപ്പോഴും ഏകദേശം 130 പേരെ ഇനി കണ്ടെത്താനുണ്ട്. പക്ഷെ അവരുടെ ബന്ധുക്കളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനസികമായിട്ട് പ്രശ്നമാണ്, അറിയാമല്ലോ. അപ്പൊ അങ്ങനെയുള്ള എതിർപ്പുകളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് അവസാന തീവ്രവാദിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. കാരണം അത് നിലനിർപ്പിന്റെ പ്രശ്നമാണ്. അപ്പം ഇപ്പൊ എടുത്തിരിക്കുന്ന നിലപാടിനോട് മുസ്ലിം രാജ്യങ്ങൾ ഇറാൻ ആയിരുന്നല്ലോ ഏറ്റവും കൂടുതൽ ആയിരുന്നത്. അതെ. ഇപ്പം ഇറാന്റെ സൈഡിൽ നിന്നുള്ള ആ എതിർപ്പും കാര്യങ്ങളും ഇപ്പൊ ഒരു പരിധി വരെ കുറഞ്ഞിരിക്കുകയാണ്. കാരണം അവർക്ക് ഇസ്രായേൽ പുറകോട്ടില്ല. അത് മാത്രമല്ല, ഇപ്പൊ അവർക്ക് ആയുധങ്ങൾ ഇനി ഇല്ല, അവരുടെ കയ്യിലില്ല. ഉള്ളതെല്ലാം ഒരു പാട്ട സാധനം പോലാണ്. അവര് പിന്നെ അവരുടെ സാറ്റലൈറ്റ് ആണെങ്കിലും എല്ലാം തകർത്തുകളാണ്. കാരണം അവർക്ക് ഇനി ആയുധം വെച്ച് പിന്നെ ഇനി പോരാടാൻ പറ്റത്തില്ല. കാരണം അനേക വർഷങ്ങൾക്ക് മുമ്പേ പിന്നെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന സംഭവമൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. ആയുധങ്ങൾ മൊത്തം തീർന്നു. ഇനിയിപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇസ്രായേലാണ് പിന്നെ ഈ പാലസ്തീന് പോലും ഫ്രീ ആയിട്ട് വൈദ്യുതി കൊടുക്കുന്നു, ഫ്രീ ആയിട്ട് വെള്ളം എല്ലാം കൊടുക്കുന്നു. അപ്പൊ ഇതെല്ലാം പിന്നെ അനുഭവിച്ചിട്ടാണ് ഇപ്പൊ നമുക്ക് ആരെങ്കിലും ഫ്രീ ആയിട്ട് വൈദ്യുതി തരുന്നു? ഇല്ല, വെള്ളം തരുന്നില്ല. പക്ഷെ അവർക്ക് ഫ്രീ ആയിട്ട് എല്ലാം ചെയ്തു കൊടുക്കുകയാണ്. ഇതെല്ലാം അനുഭവിച്ചിട്ടാണ് അവർക്കെതിരെ. യഥാർത്ഥത്തിൽ സാധാരണക്കാരായ സ്ഥലമല്ലോ പാലസ്തീനുകാര്. അല്ല, പാലസ്തീനിൽ തന്നെ ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യൻസ് ഉണ്ട്, സാധാരണക്കാരുണ്ട്. പക്ഷെ എപ്പോഴും യുദ്ധം മൊത്തം ടെറർ ഗ്രൂപ്പിന് അവർക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ഹമാസ് ഗ്രൂപ്പുമായിട്ടാണെന്നല്ലോ. അത് ഹമാസ് പിന്നെ മറ്റു പല സംഘടനകളും വളം വെച്ചുകൊണ്ട് ഇറാൻകാരും അതാണല്ലോ. അതെ, ഇപ്പൊ ഇറാൻ വിചാരിച്ച അവരെ ഇൻവോൾവ് ആകുമ്പോഴത്തേക്കും കൂടും. അതുപോലെ തന്നെ മുസ്ലിം രാജ്യങ്ങളെല്ലാം ഒറ്റപ്പെടും, പല ഒന്നിച്ചൂടും. പക്ഷെ അത് നടന്നില്ല. കാരണം ഇറാൻ ചിന്തിച്ച പോലെ ഒരു കാര്യം നടന്നില്ല. കാരണം ഈവൻ സൗദി അറേബ്യ ആണെ പോലും ഇസ്രായേലിന് സപ്പോർട്ടാണ്. അത് UAE, മറ്റു പല രാജ്യങ്ങളും അവര് ഫ്രണ്ടിൽ നിന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ. അല്ല, പല രാജ്യങ്ങളും ഇറാൻ അതിനകത്ത് ഇൻവോൾവ് ആകുമ്പോഴത്തേക്കും അതൊരു ഒരു തേർഡ് വേൾഡ് വാർ വരെ വരാൻ സാധ്യത. പക്ഷെ അതൊന്നും വെറുതെ എല്ലാം മാറിപ്പോയി. അതല്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ജനതയുടെ സപ്പോർട്ട് എന്നുള്ളത് അത് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ.
ഒരു ഫൈനൽ സക്സസ് വിക്ടറി എന്ന് പറയുന്ന ഇസ്രായേലിനുള്ളൂ എന്നുള്ള കാര്യം എഴുതി വെച്ചിരിക്കുന്നതാണല്ലോ, നൂറ്റാണ്ടുകൾക്ക് എഴുതി വെച്ചിരിക്കുന്നതാണല്ലോ ഫൈനൽ അവസാനത്തെങ്കിൽ ഒരു. പക്ഷെ എന്നാലും ആൾക്കാർക്ക് ലോകരാജ്യങ്ങളുടെ ഇടയ്ക്ക് ഒരു ഭീതി ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറി എല്ലാം പിന്നെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു ഇസ്രായേലിനെ കുറിച്ച്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് തെറ്റിദ്ധാരണ എനിക്ക് പോലും മാറിയത്. അത് ശരി, മനസ്സിലായില്ല. അപ്പം ഇത്ര ക്രൂര രാജ്യമാണെന്നുള്ള ചിന്താഗതിയൊക്കെ എനിക്കുണ്ടായി. അത് അതിനെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധാരണ. ഇവിടുത്തെ മീഡിയ പോലും ആ രീതിയിലാണ് പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ശരി. അപ്പം മീഡിയയ്ക്ക് ഈ പറഞ്ഞ പോലെ ജനങ്ങൾ ആ നിലയിൽ ആക്കിയെടുത്തു. പക്ഷെ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ അവരൊരു യുദ്ധത്തിനും കാര്യത്തിനും പോകുന്നില്ല. പക്ഷേ അവർക്കെതിരെ നിരന്തരമായിട്ട് പോരാട്ടങ്ങൾ അഴിച്ചു വിട്ടപ്പോഴാണ് നിക്കക്കടിയില്ലാതെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു സബ്ജക്റ്റുമായി വേഗത്തിൽ ഓടിയെത്താം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.